ഹലോ ഗൈസ്, ഇതെന്താ സാധനമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് നോക്കിയോ. ഞങ്ങള് അയർലൻഡില് വോട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് അയർലൻഡിലെ ലോക്കൽ ആൻഡ് പാർലമെന്ററി ഇലക്ഷൻ നടക്കുവാണ്. ഇന്ന് ജൂൺ 7-ാം തീയതി ഇന്ന് ഇലക്ഷൻ നടക്കുവാണ്. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് അയർലൻഡിൽ വോട്ട് ചെയ്തത്. ആദ്യമായിട്ടല്ലേ അയർലൻഡിൽ വോട്ട് ചെയ്തത്. ഞാൻ കേരളത്തിലും വോട്ട് ചെയ്തിട്ടില്ല. എന്റെ ലൈഫിൽ ആദ്യത്തെ വോട്ടാണ്. ഇവിടെ വന്ന് 2 വർഷമായി. ഇവിടുത്തെ ഭരണം കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ അഴിമതി ഇല്ലാത്ത ഭരണം കണ്ടപ്പോൾ എനിക്കൊരു പോയി ഒരു വോട്ട് ചെയ്യണമെന്ന് തോന്നി. ഞങ്ങൾ മക്കളെയൊക്കെ റെഡിയാക്കി. ഇച്ചായ റെഡിയാണ്, പൂമ്പാറ്റ റെഡിയാണ്, കൊച്ചു റെഡിയാണ്. ഇവർക്ക് 2 പേർക്ക് വോട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് വോട്ടുണ്ട്. ഞങ്ങൾ പോവാണ്. ഇച്ചായും കൊച്ചിനെയൊക്കെ തള്ളിപ്പിടിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടുത്തെ പല നിയമങ്ങളും നമുക്ക് ഒത്തിരി സന്തോഷം തരും, നമുക്ക് ഒത്തിരി ഇഷ്ടമാകും. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങനെ ഈ സ്ട്രോളറിലേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ്. കാറിൽ പ്രത്യേക സീറ്റുണ്ട്, അതിലേ വെക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കേരളത്തിലെ മാറാട്ട സമയമായില്ലേ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങും. ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇനി ഇച്ചായും കൊച്ചിനെ കാർ സീറ്റിൽ ഫിക്സ് ചെയ്യണം. അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞിട്ട് ഒരു 11 മണിയായി. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇച്ചാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ അങ്ങ് പോയി ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കുഞ്ഞ് നല്ല ഉറക്കമാണ്. അവനെ എടുത്ത് കാറിൻ്റെ സീറ്റിലേക്ക് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടി കൊണ്ട് പോകുന്നതിന് മുമ്പ് പൂമ്പാറ്റയുടെ സീറ്റുകളൊന്ന് സെറ്റ് ചെയ്യണം. പൂമ്പാറ്റ എന്ന് പറയുന്നത് ഞങ്ങളുടെ മൂത്ത കൊച്ചാട്ടോ. ഇവൻ ചിങ്കിടും, ഇളയ കൊച്ച്. അവനെ കാറിൽ സീറ്റ് ചെയ്തു. പൂമ്പാറ്റ മോളെ പോയിട്ട് കയറിക്കാ, മോളെ സീറ്റ് കയറിയിരുന്ന് ബെൽറ്റ് ഇട്ടെ. അവളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ തന്നെ സെറ്റ് ചെയ്തോളും. അപ്പോഴത്തേക്ക് ഇച്ചായും കൊച്ചിനെ വെച്ച് റെഡിയായി. ഇനി ഞങ്ങൾ പോകുന്നു. അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ച അവിടെ. അങ്ങനെ നമ്മുടെ ബാലൻസ്ഡ് ഷീറ്റൊക്കെ പിടിച്ച് പോവുകയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് കടന്ന് ഈ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 2 മിനിറ്റ്സേ ഉള്ളൂ ഡ്രൈവ്. അങ്ങനെ ഇത് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മളിങ്ങനെ വോട്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാടും മല പോലെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒന്നും ജനവാസം ഇല്ലെന്ന്. ഒരു കുഞ്ഞു സ്ഥലം കിടന്നാലും ഇങ്ങനെ മരമൊക്കെ പിടിച്ചാണ് കിടക്കുക. പക്ഷേ ഇത് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ടൗണാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം തന്നെ ഇവിടുത്തെ ഒരു അയർലൻഡിലെ ഒരു മെയിൻ ഷോപ്പാണ് സൂപ്പർ വാല്യൂ എന്ന് പറയുന്നത്. ആ സൂപ്പർ വാല്യൂ ആണ് ഈ മുന്നിൽ കാണുന്നത്. നമ്മുടെ കോഴിക്കോടത്തേക്ക് നെസ്റ്റോ ഒക്കെ പോലത്തെ ഹൈപ്പർ മാർക്കറ്റ് ഇവിടുത്തെ സൂപ്പർ വാല്യൂ ആണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്, നല്ല ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. കുറച്ച് ബ്ലോക്ക് ഉണ്ട്. അവിടെ നിന്ന് ആ വശത്തു നിന്നും വണ്ടി ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് ആ ട്രാഫിക്കിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ ഇപ്പുറത്തെ റോഡിലേക്ക് കയറാൻ സാധിച്ചു. ഇവിടെ ഇങ്ങനെ ഒന്നും ട്രാഫിക്കും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്നും ട്രാഫിക് ബ്ലോക്കാണ്, കാര്യങ്ങളാണ്. അങ്ങനെ 2-3 കുട്ടികൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഹായ് പറയാൻ വന്നിട്ടുണ്ട്. അവരോട് നമ്മൾ ഹായ് പറഞ്ഞ് മെല്ലെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടുത്തെ പിള്ളേരെല്ലാം നല്ല എനർജറ്റിക് ആണ്. നമുക്കിങ്ങനെ സോഷ്യൽ നാണം, കാര്യങ്ങൾ, ഷെയിം അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര എന്താ പറയുക, നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ എത്താറായി, വോട്ടിൻ്റെ സ്ഥലം എത്താറായി. ഇവിടെ ഇപ്പം നമ്മൾ പൂമ്പാറ്റ പഠിക്കുന്ന സ്കൂളിൽ തന്നെ കേട്ടോ നമുക്ക് വോട്ടുള്ളത്. നമ്മൾ അവിടെ എത്തിയേക്കുവാണ്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഇലക്ഷൻ പ്രചാരണമോ അങ്ങനെയൊന്നുമില്ല. വീട് തോറും ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കും. വലിയ പ്രചരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഇപ്പോൾ നമ്മൾ ആ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ സ്കൂള്. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഞങ്ങൾ വണ്ടി ഇവിടെ വെച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം പെറുക്കി കെട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വോട്ടിംഗ് രീതികളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്ത് ഇറങ്ങി ഗൈസ്. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മഷിതേക്കലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പോവുക, ചെയ്യുക. വലിയ പ്രൈവസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 പേർക്ക് അറ്റ് എ ടൈം ഒരുമിച്ച് നിന്ന് ചെയ്യാവുന്നൊരു ടേബിള്. ഞാനും ഇച്ചാനും ഒരുമിച്ച് നിന്നാണ് ചെയ്തത്. ഇച്ചാൻ ഏതിനാണ് നീ ചെയ്യുന്നത് ചോദിക്കുന്നു, ഞാൻ ഇതിനാ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ ചെറിയൊരു പ്രൈവസി ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ അതത്ര വലിയ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ഒരാളെ കയറ്റിവിടുന്ന അങ്ങനെയൊന്നും അല്ല. 4 പേർക്ക് അറ്റ് എ ടൈം നിന്നുകൊണ്ട് ചെയ്യാവുന്നൊരു മോഡലിലാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതുപോലെ ഒരു 16 കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത്. 16 നമ്മൾ ചെല്ലുമ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ കാൻഡിഡേറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞു കയറി. അവർ പറഞ്ഞത് കൊണ്ടും അവസാനം നമ്മളവരെ കണ്ടതുകൊണ്ടും അയാളൊരു നല്ല വ്യക്തി ആയതുകൊണ്ടും നല്ല ഭരണാധികാരി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടും ഞാൻ വോട്ട് 1 പുള്ളിക്കാരനാണ് കൊടുത്തത്.
ഒരു ഇവിടുത്തെ ഇലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേപ്പർ നമ്മുടെ തരും. അതിൻ്റെ അകത്ത് മത്സരിക്കുന്ന 16 പേരുടെ ഫോട്ടോയും പാർട്ടിയും നമുക്ക് വോട്ട് ചെയ്യാനുള്ള സ്ഥലവും അങ്ങനെ കാര്യങ്ങൾ. ഒരു 16 പേരാണ്. ആ 16 പേരിൽ നമുക്ക് വേണമെങ്കിൽ 16 പേർക്ക്. ഇവിടുത്തെ നമ്പർ 1 വോട്ടാണ് നമ്മൾ പ്രയോറിറ്റി വോട്ടായിട്ട് കൊടുക്കുന്നത്. നമ്പർ 2, നമ്പർ 3, നമ്പർ 4 അങ്ങനെ 16 പേരുണ്ടെങ്കിൽ നമുക്ക് 16 വോട്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ടോപ്പ് 3 ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് 5 ചെയ്യാം. അങ്ങനെ 16 പേരിൽ ഞാൻ 5 പേർക്ക് നമ്പർ 1 വോട്ട് ഒരാൾക്ക്, നമ്പർ 2 വോട്ട് ഒരാൾക്ക്, നമ്പർ 3 വോട്ട്, 4 വോട്ട്, 5 വോട്ട്. അങ്ങനെ ഞാൻ എത്ര ഇച്ചാൻ ചെയ്തിച്ചാ? ഇച്ചാൻ 16 ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 16 പ്രയോറിറ്റി കൊടുത്തിട്ടാണ് അത്. ഇച്ചാൻ 16 പേരെ. ഇച്ചാൻ കുറച്ചുകൂടെയൊക്കെ പുറത്തോട്ടിറങ്ങി എല്ലാവരോടും മിണ്ടുന്നത്. ഞാൻ അങ്ങനെ അധികം അങ്ങനെ പുറത്തേക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് 16 പേരെ അറിയത്തില്ലാത്തതുകൊണ്ടും ഞാനൊരു ടോപ്പ് 5 നിർത്തി. ഇച്ചാൻ 16 പേരെ ചെയ്തിട്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ 5 പേർക്ക് ഞങ്ങൾ വോട്ട് ചെയ്ത് തിരിച്ചു വന്നു. ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഞാൻ ടോപ്പ് 1 വോട്ട് 1 ചെയ്ത ആൾ ജയിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇച്ചാൻ ആർക്കാണ് വോട്ട് 1 കൊടുത്തേ? പറയില്ല ഇച്ചാൻ, പറയില്ല ഇച്ചാൻ പറയില്ല. ഇച്ചാൻ്റെ ഫേവറേറ്റ് ആൾക്കാരുമായിരിക്കും കൊടുത്താൽ ജയിച്ചു കഴിയുമ്പോഴത്തേക്കും പറയും അവർക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. അതാണ് ഇച്ചാൻ്റെ പൊതുവെ. കേരളത്തിലാണേലും ഇച്ചാൻ അങ്ങനെ ചെയ്യാറ്. ഇച്ചാൻ കേരളത്തിൽ വോട്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് കേരളത്തിൽ വോട്ട് ചെയ്തിട്ടില്ലാത്ത. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ചിങ്ങട് വന്നപ്പോൾ ഉറക്കമായിരുന്നെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റു. പൂമ്പാറ്റ് പഠിക്കുന്ന സ്കൂളിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഇതിനു വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ പൂമ്പാറ്റിനെ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ പൂമ്പാറ്റയുടെ ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് വോട്ടിങ് കിട്ടിയത്. ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആൾ പൂമ്പാറ്റയുടെ പഴയ ടീച്ചറായിരുന്നു. അങ്ങനെ കുറേ പരിചയം പുതുക്കിയും അങ്ങനെ പൂമ്പാറ്റ ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് കൂടെ കയറ്റാൻ പറ്റും കേട്ടോ. നമ്മുടെ വോട്ട് ചെയ്യാൻ വേണ്ടി കയറുമ്പോഴത്തേക്കും കുട്ടികളെയൊക്കെ കൂടെ കയറ്റാൻ പറ്റും. ഞാൻ ചിഗുടുവിനെ അടുത്ത് വെച്ച് പൂമ്പാറ്റ ഇച്ചാൻ്റെ കൂടെ പോയി ഒരുമിച്ച് ചെയ്തു തിരിച്ചു വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഇച്ചാ? അതെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. പെട്ടെന്ന് തിരക്കങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് എത്ര ക്യൂ നിൽക്കേണ്ട നീണ്ടത് ക്യൂ ഒന്നുമില്ല. അതെ, ഞങ്ങൾ ചെന്നു, കയറി, വോട്ട് ചെയ്തു, തിരിച്ചു പോന്നു. അത്രേ ആയിട്ടുള്ളൂ. എനിവേ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീർന്നു. ഇനി വേറൊരു വ്ലോഗുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.